ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ യേശു സുവിശേഷം 10-ാം അധ്യായം 22-ാം വാക്യം. എന്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. കൃത്യമായിട്ട് ഈശോ എനിക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവ വചനം പാലിച്ച് ജീവിക്കാനായിട്ട് നീ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തില് ഒത്തിരിയേറെ സഹനങ്ങൾ കടന്നു വരും, ഒത്തിരിയേറെ വേദനകൾ കടന്നു വരും. ഇതൊരിക്കലും എളുപ്പമുള്ള ഒരു ജീവിതമല്ല. കൃത്യമായിട്ട് ഈശോ വചനത്തിലൂടെ എനിക്ക് പറഞ്ഞു തരികയാണ്. ദൈവത്തിന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒത്തിരിയേറെ സഹനങ്ങളും വേദനകളും നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അവരിൽ ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിച്ച് കടന്നു പോകരുത്. അവസാനം വരെ വിശ്വാസത്തോടുകൂടി ഈ സഹനങ്ങളെ അതിജീവിക്കാനായിട്ട് നിനക്ക് സാധിച്ചാല് നിന്റെ ജീവിതത്തില് രക്ഷ നേടിയെടുക്കാനായിട്ട്, ദൈവത്തിന്റെ ഒപ്പമിരിക്കാനായിട്ട് നിനക്ക് സാധിക്കും. പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന എന്താണ്, നമ്മൾ ആരംഭിക്കും, ആരംഭശൂരത്വമൊക്കെ പറയാറില്ലേ, ആരംഭമൊക്കെ ഒത്തിരി വലിയ കാര്യത്തോടു കൂടിയാണ്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഒരു സഹനവും ഒരു വേദനയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസം ഉപേക്ഷിച്ച് തമ്പുരാനെ തള്ളിപ്പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എന്നാല് വചനത്തില് എൻ്റെ ഈശോ കൃത്യമായിട്ട് എന്നോട് പറയുന്നുണ്ട്, മോനെ, നിന്റെ ജീവിതത്തില് ഇഷ്ടം പോലെ സഹനങ്ങൾ ഉണ്ടാവും, ഇഷ്ടം പോലെ വേദനകൾ ഉണ്ടാവും. അവിടെ ഒരിക്കലും നീ വിശ്വാസം ഉപേക്ഷിക്കരുത്, മറിച്ച് കൂടുതൽ തീഷ്ണതയോടുകൂടി ഈശോയോട് ചേർന്ന് ജീവിക്കാനായിട്ട് നീ തയ്യാറാവണം. വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാല് നിനക്ക് രക്ഷ നേടിയെടുക്കാൻ പറ്റും. നിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്റെ പ്രതിസന്ധികളില്, നിന്റെ ജീവിത പ്രശ്നങ്ങളില് നിന്നെ സംരക്ഷിക്കാനായിട്ട് നിന്റെ ദൈവം ഉണ്ടായിരിക്കും. എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ഉറപ്പാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തില് പാതി വഴിയില് വിശ്വാസം ഉപേക്ഷിച്ച് കടന്നു പോകുന്ന വ്യക്തികളാകാതെ ആഴമായ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട്, വിശ്വാസത്തിന് വേണ്ടി സഹനങ്ങള് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.